അധികാരത്തിലേറുന്നതിന് മുൻപ് ഗാസയിൽ വെടിനിർത്തൽ ധാരണ ആയതായിരുന്നു. ട്രംപ് എത്തിയാൽ എന്തൊക്കെയാകും തീരുമാനമെന്ന ആശങ്കയെ തുടർന്നാണ് അതിവേഗ ധാരണ എത്തിയത്. ഇപ്പോഴിതാ ഈജിപ്റ്റ് അടക്കമുള്ള സമീപ രാജ്യങ്ങൾ ആശങ്കപ്പെട്ടത് തന്നെ സംഭവിക്കുകയാണ്. ഗാസ മുനമ്പിൽ നിന്നുള്ള അഭയാർത്ഥികളെ ജോർദാൻ, ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇനിയും ഏറ്റെടുക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഗാസ വെടിപ്പാകണമെങ്കിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന പോയിന്റ്. കഴിഞ്ഞ ദിവസം ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി നടത്തിയ ഫോൺ കോളിൽ ഇക്കാര്യം താൻ സംസാരിച്ചിരുന്നു. ഈജിപ്റ്റ് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസിയുമായി ഇനി സംസാരിക്കുമെന്നും ട്രംപ് പറയുന്നു. ഗാസ നൂറ്റാണ്ടുകളായി നിരവധി സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശമാണെന്നും ട്രംപ് പറഞ്ഞു. നിരവധി പേരാണ് മരിച്ചു വീഴുന്നത്, ആകെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ആളുകൾ അവിടെ ജീവിക്കുന്നത് സങ്കീർണമായ അവസ്ഥയിലാണ്. അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് അനിവാര്യമായതിനാൽ അറബ് രാജ്യങ്ങളുമായി താൻ ചർച്ചകൾ നടത്തും. കുടിയേറ്റക്കാർക്കായി വീടുകൾ നിർമ്മിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഗസ മുനമ്പിലെ ആളുകളെ സുരക്ഷിതമായ സ്ഥലത്ത് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തന്റെ നിർദ്ദേശമെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഗാസവാസികൾ ഈ നിർദ്ദേശത്തെ ആശങ്കയോടെയാണ് കാണുന്നത്. ട്രംപ് പറയുന്നത് പ്രകാരം മാറിയാൽ ഗാസ എന്നേക്കുമായി പ്രദേശവാസികൾക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും. ഈജിപ്റ്റ് കൂടുതൽ ജനങ്ങളെ സ്വീകരിക്കുന്നത് കാണാനാണ് താല്പര്യം. 15 ലക്ഷം ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരെ മുഴുവൻ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പലസ്തീനികൾക്കിടയിലെ ബഹുജന പ്രസ്ഥാനം നിലവിലുണ്ട്. ആ പ്രസ്ഥാനം താൽക്കാലികമോ ദീർഘമോ ആവാമെന്നും അദ്ദേഹം പറയുന്നു. വർഷങ്ങളായി വിവിധ തരത്തിലുള്ള സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണ് ഗസ മുനമ്പെന്ന് ട്രംപ് പറഞ്ഞു. തകർന്ന പ്രദേശമായി ഗസ മാറിയിരിക്കുന്നു. അവിടെ എല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ അവിടെ മരിക്കുകയാണ്. അറബ് രാജ്യങ്ങൾ കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതേസമയം ട്രംപിന്റെ പ്ലാനിനെ ഹമാസ് എതിർത്തിരുന്നു. പലസ്തീനികളെ ഗാസയിൽ നിന്നും ഈജിപ്തിലേക്കും ജോർദാനിലേക്കും നാടുകടത്താനുള്ള ട്രംപിന്റെ പദ്ധതിയെ എതിർക്കുമെന്ന് മുതിർന്ന ഹമാസ് നേതാവ് പറയുകയുണ്ടായി. നൂറ്റാണ്ടുകളായി കുടിയൊഴിപ്പിക്കലിനുള്ള എല്ലാ ശ്രമങ്ങളെയും എതിർത്തവരാണ്. ഇത്തരം ശ്രമങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബസീം നെയ്ം പറയുന്നു. അതേസമയം ഇസ്രയേലിന് 2000 പൗണ്ട് ബോംബുകൾ നൽകാൻ ട്രംപ് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ട്രംപ് നീക്കിയത്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടെ ജനങ്ങൾക്കുണ്ടാകുന്ന അപകടം കുറയ്ക്കുന്നതിനാണ് മേയിൽ ബൈഡൻ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തെക്കൻ ഗാസയിലെ റാഫയിൽ ഇസ്രയേൽ പൂർണ്ണ രീതിയിലുള്ള സൈനിക ഓപ്പറേഷൻ നടത്തുന്നത് തടയാൻ ലക്ഷ്യമിട്ടായിരുന്നു നീക്കം. യുദ്ധം വെടിനിർത്തലിലേക്ക് നീങ്ങിയപ്പോഴാണ് ബോംബുകൾ നൽകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിനായതിനു പിന്നാലെ ഇസ്രയേലും ഹമാസും തമ്മിൽ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം പുരോഗമിക്കുകയാണ്. ശനിയാഴ്ച 4 ഇസ്രയേലി ബന്ദികളെയാണ് ഹമാസ് കൈമാറിയത്. പകരം 200 ഹമാസ് തടവുകാരെ ഇസ്രയേലും കൈമാറി.